നമ്മളെന്നും കുഞ്ഞു കുഞ്ഞു വീഡിയോസല്ലേ ഇടുന്നത്. ഇന്നൊരു ലോങ് വീഡിയോസാണ് കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ നമ്മുടെ കറണ്ട് അടുപ്പുമ്മൽ വെച്ചത്. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക ചൂടുവെള്ളം വേണമെന്നാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേഗം തന്നെ അത് തിളപ്പിക്കാൻ വേണ്ടി ഈ കറണ്ട് അടുപ്പുള്ളത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കുറേ കാലമായിട്ട് എൻ്റെ അടുത്ത് ഈ കറണ്ട് അടുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ പണി കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അടുപ്പത്ത് അതായത് സ്റ്റൗമ്മ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാറില്ല. വെള്ളം തിളപ്പിക്കും, പിന്നെ അത്യാവശ്യം നമ്മുടെ ഗ്യാസ് പെട്ടെന്ന് തീരെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ചോറ് വയ്ക്കും. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നല്ല യൂസ്ഫുള്ള കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് പിജിയോണിൻ്റെയാണ് കേട്ടോ. പിന്നെ വേഗം തന്നെ നമ്മളെ ഫ്രിഡ്ജ് തുറന്നിട്ട് മാവ് ഉണ്ടായിരുന്നു, അത് ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ചട്ടി വെച്ചിട്ട് ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ ഓരോന്നായിട്ട് ഇങ്ങനെ ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ അമ്മയ്ക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കണം. അതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് അമ്മ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ നേരെ വെക്കണം. വേറെ കറികളൊന്നും ഉണ്ടാക്കിയില്ല, ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അമ്മയ്ക്കുള്ള ദോശ മാത്രമേ ചുടുന്നുള്ളൂ. കാരണം ഞാൻ ഈ പുറത്ത് ഹോസ്പിറ്റലിൽ പോകേണ്ടത് കാരണം കൊണ്ട് ഞാൻ പോകുമ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറച്ച്, അതായത് ഒരു 8:20 എനിക്ക് ബസ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു 8 മണിക്ക് ഇറങ്ങിയാലേ എനിക്ക് 8:20 ബസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഞാൻ എടിപിടിയെന്ന് പറഞ്ഞ് പെടകിയാണ് കേട്ടോ കിടന്നിട്ട്. കാരണം എല്ലാ സാധനങ്ങളും അമ്മയ്ക്ക് ടേബിളിൽ ഒരുക്കി വെക്കണം. അപ്പോൾ ഇതെല്ലാം ഒരുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ദോശ ചുടൽ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ പാത്രം, നമുക്ക് ചോറിനുള്ള പാത്രവും കൂടെ വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് വേണം അരി കഴുകി ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മളൊരു 3-4 ദോശ മാത്രമേ ചുടുള്ളൂ. അമ്മയ്ക്ക് എപ്പോഴെങ്കിലും കഴിക്കണം തോന്നുകയാണെങ്കിൽ കഴിച്ചോട്ടെ. അതല്ല മിക്കവാറും ഞാൻ വരുമ്പോഴത്തേക്കും ദോശ ബാക്കി ഉണ്ടാവും. 2 അങ്ങോട്ട് കഴിച്ച് ബാക്കി അവിടെ തന്നെ വെക്കും കേട്ടോ. കാസറോളിൽ ചൂടാറാതിരിക്കാൻ കാസറോളിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അതും എടുത്ത് വെച്ചു. പിന്നെ അരി കഴുകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അരി എടുക്കണം. അതിന് മുമ്പായിട്ട് മുട്ട ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട. പിന്നെ അമ്മയ്ക്കുള്ള ചായ ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ കലക്കണം. ഇതൊക്കെയാണ് പരിപാടികളുള്ളത് കേട്ടോ. പിന്നെ അരി എടുത്തുകൊണ്ട് വന്നിട്ട് അതൊന്ന് കഴുകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ചോറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറികളൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. കാരണം കറികൾ മാഷ് തന്നെയാണ് പറയാറ്, കറികൾ ഉണ്ടാക്കുന്ന ആൾക്ക് ചൂടോട് കൂടിയിട്ട് കറികൾ വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് മാഷ് പറയും ചോറ് മാത്രം ഉണ്ടാക്കി വെച്ചാൽ കറി നമുക്ക് എന്തെങ്കിലും ഒരു ചമ്മന്തിയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം, ചോറുണ്ടാക്കി വെച്ചോ എന്ന് പറയും. അപ്പോൾ ഞാൻ വേഗം തന്നെ അരി കഴുകി വെച്ചു. അരി കഴുകിയിട്ടതിന് ശേഷം പിന്നെ ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. അതും കൂടെ അരച്ച്, എനിക്ക് ആ ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ അത് കൂട്ടിയിട്ടും ചോറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അത് വെച്ചു. അത് നമ്മളെ ചോറ് അങ്ങോട്ട് റെഡിയാവട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം മാത്രമല്ല, പ്രോട്ടീൻ പൗഡർ കലക്കാനുള്ള വെള്ളം കൂടിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ട് കപ്പിലേക്ക് ആക്കിയിട്ട്, ഒരു ചെറിയ കപ്പിലാണ് പ്രോട്ടീൻ പൗഡർ കലക്കിയത് വെക്കുക. കുറച്ച് വലിയ കപ്പിൽ നമ്മൾ ചായ കൊടുക്കും. പിന്നെ ഒരു ഫ്ലാസ്ക്, കുഞ്ഞു ഫ്ലാസ്ക് ഉണ്ട്, അതിൽ കുടിക്കാനുള്ള ചൂടുവെള്ളവും കൊടുക്കും. പിന്നെ ബാത്റൂമിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു കപ്പിൽ വേറെയും വെള്ളം കൊടുക്കട്ടെ. ഒക്കെ എത്തുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് എല്ലാം കൈയെത്തുന്ന ദൂരത്ത് തന്നെ വെച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ടേബിളുമ്മ വെച്ചിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ യൂറിൻ പാസ് ചെയ്യാൻ പോകലും ടോയ്ലറ്റിൽ പോക്കൊന്നും നമ്മളിവിടെ ഇല്ലെങ്കിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കഴുകേണ്ട വെള്ളവും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടാണ് ഞാൻ പോവാട്ടോ. അപ്പോൾ അമ്മയ്ക്ക് എഴുന്നേറ്റ് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ പോണതിൻ്റെ മുമ്പ് അതിനകത്തോട്ട് ഈ പ്രോട്ടീൻ പൗഡർ കലക്കിയതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയത്, അതിൻ്റെ കൂടെ തന്നെ 2-3 ബിസ്ക്കറ്റ്, നമ്മൾ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇല്ലേ അത്, പിന്നെ നട്ട്സ്, നമ്മുടെ പംകിൻ സീഡും അല്ലെങ്കിൽ ബദാം, അങ്ങനെ രണ്ടും ചിലപ്പോൾ ഇടാറുണ്ട്. പിന്നെ ഈത്തപ്പഴം ഒരു 4 ഇടും കേട്ടോ. അതും കൂടെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ അടച്ചിട്ട് അതവിടെ കൊണ്ടുവയ്ക്കും. അതിൻ്റെ കൂടെ പ്രോട്ടീൻ പൗഡറും കലക്കിയതും അവിടെ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ആ ഒരു 9 മണിന്നുണ്ടെങ്കിൽ ചായ കുടിക്കണം. അപ്പോൾ ആ 9 മണിക്ക് അമ്മ ചിലപ്പോൾ ഈ പ്രോട്ടീൻ പൗഡറും ബിസ്ക്കറ്റും കഴിക്കും. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ചായയും ദോശയും അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് കഴിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മയെ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ അവിടെ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ
തനിയെ നടന്നു വരുമ്പോൾ വഴിക്ക് വീഴുമെന്ന് കരുതിയിട്ടാണ് മാഷ് എടുത്തുകൊണ്ട് പോയി ബെഡ്റൂമിലേക്ക് കൊണ്ടുവച്ചത്. പിന്നെ സമയമില്ലല്ലോ, നടന്ന് പോയിട്ട് എനിക്ക് ഇതിൻ്റെ ഇടയിൽ നടക്കണില്ല. അപ്പോൾ അത് കാരണം അമ്മ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടിരുത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്കെല്ലാം കഴിക്കാനുള്ള സാധനം കാസറോളിൽ ദോശയും അതുപോലെ നമ്മളെ പ്രോട്ടീൻ പൗഡർ കലക്കിയതും പിന്നെ കഞ്ഞിവെള്ളം, ചോറായി കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഒരു തൂക്കുപാത്രത്തിലാക്കിയിട്ട് ചൂടോടെ അതും ഉപ്പിട്ടിട്ട് വെക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളേറ്റ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചോറ് വെക്കലില്ല. അമ്മ പറയും ചോറ് പാത്രത്തിലാക്കി വെക്കണം. ചില സമയങ്ങളിൽ നല്ല ലേറ്റ് ആവുമെങ്കിൽ നമ്മൾ ചോറും കൂടെ പാത്രത്തിലാക്കി വെക്കും കേട്ടോ. എന്നാൽ ചോറ് വെക്കണില്ല, ഫ്ലാസ്കിൽ നമ്മൾ ചൂടുവെള്ളവും കപ്പിൽ 2 കപ്പിലായിട്ട് നമ്മുടെ പ്രോട്ടീൻ പൗഡറും ചായയും വെക്കുന്നുണ്ട്. പിന്നെ കാസറോളിൽ ദോശയും ചമ്മന്തി, പിന്നെ നമ്മൾ ഒരു 11 മണിയാകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടയും നമ്മുടെ ഈത്തപ്പഴവും നട്ട്സുകളും പിന്നെ 2-3 ആറോട്ടിൻ്റെ ബിസ്ക്കറ്റും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ഡ്രസ്സ് മാറി കാരണം ഇല്ലെങ്കിൽ ബസ് പോകും. പിന്നെ വേഗം കുറച്ച് മുക്കുറ്റിക്കുറി, ഇപ്പോൾ ഈ കർക്കിടക മാസമായ കാരണം മുക്കുറ്റിക്കുറി ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് തൊട്ടു. അമ്മ കുളിച്ച് വന്നതുകൊണ്ട് അമ്മയ്ക്കും കൊടുത്തു, ഞാനും മാഷിയൊക്കെ തൊട്ട് തിരിച്ച് നമ്മൾ പുറത്തിറങ്ങി വാതിലൊക്കെ പൂട്ടിയിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ അമ്മയ്ക്ക് ചാവി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് പോരുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തത് അതൊരു സേഫാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു സമാധാനത്തിൽ പോകുന്നത് കേട്ടോ. പോയി വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം പോവുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ടൈം നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓടണ്ട. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തുമ്പോൾ നമ്മുടെ കാല് ബാക്കോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നടന്നെത്തില്ല. അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട് പോകാൻ. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയല്ല, കുറച്ച് പൊക്കവും കുറച്ച് താഴ്ന്നിട്ടും അങ്ങനെയാണുള്ള റോഡ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് നമ്മുടെ കാല് ബാക്കോട്ട് പോകുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ കാല് റെഡിയായിട്ട് ഇട്ടില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര വേദനയുണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോഴേക്കും എൻ്റെ കാല് കഴിച്ചിട്ട് ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് റോഡിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ റോഡല്ല, കുറച്ച് ഞാൻ കയറി വരുന്ന ഭാഗമൊക്കെ കുറച്ച് കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വണ്ടി വിളിക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ വീട് വരെ വണ്ടി വരും. പക്ഷേ അന്ന് രാവിലെ നടക്കുന്ന ഒരു സുഖമാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ വന്ന് നിൽക്കുകയാണ്. അടുത്തേക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികളും ഒക്കെ ഉണ്ട്, ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ആ നേരത്തെ ഉള്ള ആ ഒരു തിരക്കില്ല, ചെറിയൊരു തിരക്ക് മാത്രം. പക്ഷേ ബസ്സിൽ ഭയങ്കര ടൈറ്റായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിന് കിട്ടിയിട്ട് അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയതിന് ശേഷം ഒരു ചായയും ബോണ്ടയും കഴിക്കുക കേട്ടോ. അതുവരെ മാത്രമേ പറ്റുള്ളൂ. കാരണം എനിക്ക് ബസ് കയറിയാൽ ഛർദ്ദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിക്കാത്തത്. ഞാൻ കഴിക്കാത്തതുകൊണ്ട് മാഷം കഴിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെ കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഹോസ്പിറ്റലിൽ കാണിക്കാത്തത് ഒന്നുകൊണ്ടുമല്ല, ഒന്നും വിചാരിക്കരുത്. നമ്മുടെ എന്താ പറയുക, അങ്ങനെ ഒരു അവർ ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമേ ഞാൻ കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് ഡോക്ടറെ കാണിച്ചു. നമ്മുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ട്രെയിൻ വരാൻ കുറച്ച് അതുണ്ട്. നമ്മൾ സ്ഥിരം വരുന്ന ട്രെയിനിൻ്റെ ടൈമിലല്ല, നമ്മളത് കഴിഞ്ഞിട്ടുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത ട്രെയിൻ വന്നു. നമ്മളിതാ വീട്ടിലെത്തിയിട്ട് അമ്മയുടെ അടുത്ത് ചാവി മേടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ജനലിൻ്റെ അടുത്തേക്ക് പോകട്ടെ. അപ്പോൾ അമ്മ കയറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അങ്ങനെ ചാവിയൊക്കെ എടുത്ത് തന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് പോന്നിട്ട് ചാവി മാഷിൻ്റെ അടുത്ത് കൊടുത്തു. മാഷ് ചാവിയൊക്കെ എടുത്ത് വാതിലൊക്കെ തുറന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. മാഷ് വാതിലൊക്കെ തുറന്ന് അകത്തോട്ട് കയറി. കാരണം നല്ല വിശപ്പുണ്ട്, 3 ആൾക്കും നല്ല വിശപ്പുണ്ട്. അമ്മ ഒന്നും കഴിച്ചിട്ടില്ല, ഞാനും ഒന്നും കഴിച്ചില്ല, മാഷും ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇനി ചോറിന് എന്തെങ്കിലും തട്ടിക്കൂട്ടി ചോറിനണം. അപ്പോൾ മാഷും അമ്മയ്ക്കും ചോറ് കൊടുത്ത് അവർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണിക്കാണ് ഞാനും ചോറിനണം കേട്ടോ. ചെറിയ കുറച്ച് സാധനങ്ങൾ